എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും നമ്മുടെ കൺമണിക്കുട്ടിയും കൂടിയിട്ട് നമ്മുടെ ഒരു പുതിയൊരു കടയും കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് പാലക്കാടാണ് കേട്ടോ നമ്മുടെ ഈ കട ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആലത്തൂരും നെന്മാറയും നമുക്ക് കടയുണ്ടല്ലോ ഐസ് പോട്ട്, അത് തന്നെയാണ് നമ്മളിപ്പോൾ പാലക്കാടും തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടന സമയത്ത് അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആലത്തൂരും നെന്മാറയായാലും അവിടെ അടുത്ത സ്കൂളുകൾ ഉള്ള കാരണം ആ ഒരു ടൈം നോക്കി ഒരു 3:30 ആയിരുന്നു അവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ആ ഒരു സമയത്ത് തന്നെയാട്ടോ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ രാവിലെ തന്നെ കുട്ടികൾ വന്നിരുന്നെന്ന് പറഞ്ഞു എപ്പോഴാണ് ഉദ്ഘാടനം എന്ന് ചോദിച്ചിട്ട്. കാരണം നമ്മളൊരു പുതിയ കടയാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കണ്ടിട്ട് അവരിങ്ങനെ വന്നിരുന്നു പറഞ്ഞിട്ട് രാവിലെ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്തായാലും ഉദ്ഘാടന സമയത്തൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ കാര്യം പറയണ്ടല്ലോ. കൺമണിക്കുട്ടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഐസ് ഫോട്ടോ എടുത്ത് വളർന്ന് കഴിക്കലും ഒപ്പം എന്നും പിടിച്ചിരുത്തിയിരുന്നു കേട്ടോ അവിടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുട്ടികൾ ഇങ്ങനെ ഐസ് ഫോട്ടൊക്കെ കഴിച്ചിട്ട് ഇരുന്നിരുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരഭിപ്രായം ചോദിക്കാൻ വെച്ചിട്ട് ചെന്നു. ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു ഐസ്ക്രീം സ്പോട്ട് ആയത് നല്ല സന്തോഷമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീംസ് ഉള്ള ബിസിനസ് ഐഡിയ കൊള്ളാം എന്തായാലും. കാരണം ഐസ്ക്രീം സ്പോട്ട്സ് ഇവിടെ കമ്മിയാണല്ലോ, അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യണത്. പിന്നെ ഇരിക്കാൻ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇരിക്കായിരുന്നു സംസാരിക്കാനൊക്കെ നല്ല പാട്ടുകളും പാട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഒരു ഐസ്ക്രീം സ്പോട്ട് ശരിക്കും തപ്പി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത് ഞങ്ങൾ എപ്പോഴും പറയും ഇവിടെ അടുത്തൊന്നും ഐസ്ക്രീം കട ഇല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നത് അടിപൊളിയാണ്, കൊള്ളാം, നല്ല ആംബിയൻസ് തന്നെയാണ്. പിന്നെ അടുത്ത് പെട്ടെന്ന് വരാൻ പറ്റും. പിന്നെ സമ്മർ സീസണിൽ ഇവിടെ ഈ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ നമുക്ക് അവരുടെ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയിട്ടാണ്. കാരണം നമ്മൾ പാലക്കാടൊക്കെ വന്നൊരു കടയിടുക, അത് നമുക്ക് നല്ല രീതിയിലൊന്ന് ആ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് അങ്ങനെ കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നിയിട്ടാണ്. കാരണം എന്താ പറയുക, അത്രയും അവരുടെ ഭാഗത്ത് നമുക്ക് വളരെയധികം സപ്പോർട്ട് തന്നെയായിരുന്നു. ഓരോ കുട്ടികളും ഓരോ ഐസ് പോട്ട് മേടിച്ച് കഴിക്കുമ്പോഴായാലും അതിലത്തെ ഓരോ ഫ്ലേവറിനെ കുറിച്ച് നമ്മുടെ അടുത്ത് അത്രയും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി നമുക്ക് കടയിൽ. നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടു ക്ലാസ് വിട്ട് കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ അവിടെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ മറ്റുള്ള കടയിൽ കണ്ടിരുന്ന പോലെ തന്നെ ഇവിടെയും അവർ ഐസ് പോട്ടൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഫ്ലേവറിൻ്റെ ടേസ്റ്റ് നോക്കി കഴിക്കണമെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആലത്തൂരത്തെ നെന്മാറത്തെ കടയിലൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ കുട്ടികൾ കഴിച്ചിരുന്നത്. ആ ഒരു ഓർമ്മയ്ക്കാണ് എനിക്ക് ആ സമയത്ത് കൂടുതലും വന്നത്. അങ്ങനെ നമുക്ക് പാലക്കാട് നമ്മളൊരു പുതിയ കടയിട്ടിട്ട് നമുക്ക് ആ ഒരു ദിവസം ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. അത്രയും അധികം സപ്പോർട്ടൊന്നും എടുത്ത് പറയുന്നത് വേണം. അതേപോലെ നമുക്ക് സപ്പോർട്ട് കിട്ടി. കൺമണിക്കുട്ടിയാണെങ്കിൽ ഓരോ ചേച്ചിമാരോട് സംസാരിക്കലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഒരു ചാനലുള്ള കാര്യം കൂടി അവരോട് പറഞ്ഞു കേട്ടോ. നമ്മുടെ വീഡിയോയിലായാലും നമ്മുടെ കൺമണിക്കുട്ടിക്ക് ചാനലുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കൺമണിക്കുട്ടിയുടെ ചാനലിൻ്റെ പേര് കൺമണി കാത്തു വ്ളോഗ് എന്നാട്ടാ. അപ്പോൾ ഒത്തിരി പേര് കൺമണിക്കുട്ടിയുടെ ചാനലിൻ്റെ പേരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കടയിൽ ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സൗകര്യത്തോടു കൂടി തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ പുതിയ കട നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ച് പേർക്കൊക്കെ നന്നായിട്ട് ഇരിക്കാം നിൽക്കാം എന്നുള്ള സൗകര്യത്തിലൊക്കെ കൂടി തന്നെ. പക്ഷെ ആ കടയിൽ പോലും ഭയങ്കരമായിട്ട് ഒരു തിരക്ക് അനുഭവപ്പെട്ടു. പക്ഷെ നമുക്കതിൽ വളരെ സന്തോഷമായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് ഓടി വന്ന് ഒരു ഐസ് പോട്ട് മേടിച്ച് കഴിക്കില്ല. അവർ ഓരോ ഫ്ലേവറും നന്നായിട്ട് നമ്മുടെ മെനു കാർഡ് എടുത്ത് നോക്കി, അതായത് 4 പേരുണ്ടെങ്കിൽ 4 തരം ഫ്ലേവർ മേടിക്കുക എന്നുള്ള രീതിയിൽ അത്രയും എന്താ പറയുക അവരങ്ങനെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവർ ഓരോരുത്തരും മേടിച്ച് കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഓരോരുത്തരുടെ മുഖത്തുള്ള ഓരോ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫാമിലികൾ വന്ന് തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതായത് സ്കൂൾ ടൈം കഴിഞ്ഞ സമയത്താണ് ഫാമിലികൾ നമുക്ക് കൂടുതലും കടയിലേക്ക് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടി അവൾ വളരെ ഹാപ്പി ആയിട്ട് നല്ല സുഖമാണ് അവളെ എവിടേക്കായാലും കൊണ്ടു നടക്കാനായിട്ട്. ആളിങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല, അങ്ങനെ നടന്നോളും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഐസ് പൂട്ട് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഓരോ ഐസ് പൂട്ടിൻ്റെയും ഫ്ലേവർ ശരിക്കും നോക്കുന്നത് നമ്മുടെ കൺമണിക്കുട്ടി കേട്ടാ. പാലക്കാടത്തെ കട എന്ന് പറയുന്നത് നമ്മുടെ വിക്ടോറിയ കോളേജിന്റെ തൊട്ടേറ്റാ. നമ്മുടെ കടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കോളേജിന്റെ ഭാഗങ്ങളൊക്കെ അത്ര അടുത്ത് തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് പോട്ട് തന്നെയാണ് നമ്മൾ നെന്മാറും ആലത്തൂരൊക്കെ തുടങ്ങിയിട്ടുള്ള അതേ സെയിം കട തന്നെയാണ് ഇവിടെ പാലക്കാട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഐസ് പൂട്ട് എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ഫ്ലേവറുകളാണ് നമ്മുടെ കടയിലുള്ളത് കേട്ടോ. ബയോട്ടാ ഞാൻ നമ്മുടെ ഈ ഐസ് പൂട്ട് എന്താണെന്ന് നമ്മുടെ മുന്നിൽ 2 കട തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറേ പേർക്ക് അറിയാം, അറിയാത്തവർക്ക് ആയിട്ടാട്ടോ. അപ്പോൾ അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ മേടിച്ച് ഐസ് പൂട്ട് പോലെ ഇങ്ങനെ ഈമ്പി കഴിച്ചിരുന്നില്ലേ, ആ ഒരു സംഭവം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഓരോ ഫ്ലേവറും നല്ല ഒറിജിനൽ ടേസ്റ്റും കൂടിയാട്ടോ ഈ ഐസ് പൂട്ടുകൾക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കാണിച്ചതല്ലോ കുറച്ച് ഫ്ലേവറുകൾ എല്ലാത്തിലും അതിൻ്റെതായ നല്ല ഒറിജിനൽ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് പറയുന്നത് എല്ലാവരോടും ഒരുപാട് നന്ദി. കാരണം എനിക്കറിയാം 2 കട തുടങ്ങി 3ാമതൊരു കടയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെ അനുഗ്രഹവും എൻ്റെ മകൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കട തുടങ്ങാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെയധികം നന്ദിയിട്ടാണ്. പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയിട്ട് നമ്മൾ കടയിൽ എപ്പോഴും പാട്ട് വെച്ചിട്ടുണ്ട്. അവൾ ആ താളത്തിനനുസരിച്ചാണ് ബലൂൺ ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പാലക്കാടത്തെ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്. അപ്പോൾ നമ്മുടെ ഈ വിക്ടോറിയ കോളേജിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ കട നിൽക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ കട. അപ്പോൾ എല്ലാവരും നമ്മുടെ കടയിലേക്ക് കയറി വായോട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ കട ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നമുക്ക് റിലാക്സ് ചെയ്യാവുന്ന രീതിയിൽ കടയിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായാലും അതുപോലെ കുഞ്ഞുമക്കളെ കൊണ്ടുവരായാലും അവർക്കായാലും ഒന്ന് നടക്കാനുള്ള ഒരു സൗകര്യം ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ കട സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ AC അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലേവറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണില്ല, അത്രയും ടേസ്റ്റാണ്. പ്രായം ഇതിലൊരു എന്താ പറയുക പ്രശ്നമല്ല. എല്ലാവർക്കും നന്നായിട്ട് എന്താ പറയുക ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഐസ് പൂട്ട് തന്നെയാട്ടോ ഇത്. അതായത് നമ്മൾ കഴിച്ച് നോക്കിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ഒരു വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പണ്ടുള്ള നമ്മുടെ ഐസ് പൂട്ട് എന്ന് പറയായാലും ആ ഒരു ഇതല്ല ഞാൻ പറയണ പോലെ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്ലേവർ. അപ്പോൾ അതായത് നമ്മളൊരു ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഐസ് പൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ കിറ്റ്കേറ്റ് കഴിക്കുമല്ലോ, അപ്പോൾ ആ കിറ്റ്കേറ്റിൻ്റെ അതേ സെയിം ടേസ്റ്റും ഫ്ലേവറും ആ ഒരു അത്രയും അതായത് കഴിച്ച് തന്നെ നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഐസ് പൂട്ടിന്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു റൂം എന്നുള്ള രീതിയിൽ ഫാമിലികളായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ ആയാലും വന്നിരിക്കാവുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മാക്സിമം ഒരു ഇത് നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ കട ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ റൂം ഇതാണ് കേട്ടോ. ഫാമിലികൾക്കൊക്കെ വന്നിരിക്കാവുന്ന രീതിയിൽ നമ്മൾ ഒരു റൂം സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അതാണിത്. അപ്പോൾ ഇതിലായാലും ഒരു 12 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റൂം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാണ് കേട്ടോ, എല്ലാവരും നമ്മുടെ ഈ കടയിലേക്ക് വരണം. അതേപോലെ തന്നെ എനിക്കറിയാം നമ്മൾ ഈ കട ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ യൂണിക് ഫാമിലിയിലുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയുള്ളവർ നമ്മുടെ കടയിൽ വന്നു എന്ന് കേൾക്കണതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും നമ്മുടെ കടയിലേക്ക് ഏതെങ്കിലും സാഹചര്യമായിട്ട് അവിടേക്ക് വരികയാണെങ്കിൽ വന്നിരിക്കണം കേട്ടോ. നമ്മൾ ഇനി വീട്ടിൽ പോവാണ്. രാവിലെ എന്താണെങ്കിലും കൂടിയിട്ട് നോക്കിയാൽ കണ്ടിരുന്നു ഒരു ഉഷാറോടുകൂടിയായിട്ട് പോവാന്ന് പറയുമ്പോൾ പ്രശ്നം ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിരിക്കണേ. പക്ഷെ ഒരു 7 ആയിട്ടുണ്ട് അറിഞ്ഞേട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ പറയാം.